ഇന്ന് നമുക്ക് കിട്ടിയത് വിവോയുടെ Y01 മോഡൽ ഫോണാണ്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ, ഫ്രെയിം എന്നിവ ഡാമേജാണ്. ഡിസ്പ്ലേയും ഫ്രെയിമും മാറ്റി നമുക്ക് ഈ ഫോൺ പഴയ കണ്ടീഷനാക്കണം. നമ്മൾ ഈ ഫോണിന് വേണ്ടി മാറാൻ ഉദ്ദേശിക്കുന്ന ഫ്രെയിം ഇതാണ്. ഈ ഫോണിൻ്റെ ഒറിജിനൽ ഫ്രെയിമിൽ നിന്നുള്ള കമ്പോണൻസ് എല്ലാം ഊരി ഈ പുതിയ ഫ്രെയിമിലേക്ക് മാറ്റണം. നമ്മൾ അഴിക്കുന്ന ഓരോ സാധനങ്ങൾ നമ്മൾ സേഫാക്കി മാറ്റി വെക്കണം. അതെല്ലാം പുതിയ ഫ്രെയിമിലേക്കും അതേപോലെ തന്നെ ഫിക്സ് ചെയ്യണം. നമ്മൾ ഈ ഫോണിൻ്റെ ഒറിജിനൽ ഫ്രെയിമിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഊരി മാറ്റി വെക്കണം. ഇതെല്ലാം അതുപോലെ തന്നെ പുതിയ ഫ്രെയിമിലേക്കും ഫിക്സ് ചെയ്യാം. അതിനായി നമുക്ക് എല്ലാ സാധനങ്ങളും ഊരി മാറ്റി വെക്കാം. നമ്മൾ ഈ ഫോൺ അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫോണിൻ്റെ സ്ട്രിപ്പ് ഡാമേജ് ആകാൻ ശ്രദ്ധിക്കണം. ഈ സ്ട്രിപ്പ് തന്നെയാണ് നമ്മൾ പിന്നീടും യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ ഫ്രെയിമിൻ്റെ അകത്തുനിന്ന് എല്ലാ സാധനങ്ങളും ഊരി വേറെ മാറ്റി. ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഊരി വെക്കാനുണ്ടായി അതെല്ലാം ശ്രദ്ധാപൂർവം പുതിയ ഫ്രെയിമിലേക്ക് മാറ്റി വെക്കണം. ഈ നിരത്തി വെച്ചേക്കുന്ന സാധനങ്ങളാണ് നമ്മൾ പഴയ ഫ്രെയിമിൽ നിന്ന് ഊരി മാറ്റിയത്. ഇതെല്ലാം തിരിച്ച് പുതിയ ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്യാം. ഇതെല്ലാം തിരിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങിയ പുതിയ ഫ്രെയിമാണ്. ഇതിലേക്കാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഫിക്സ് ചെയ്യാൻ പോകുന്നത്. പൊടിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം ഫിക്സ് ചെയ്യാൻ. അതിനുവേണ്ടി മദർ ബോർഡ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നമ്മൾ ഫിക്സ് ചെയ്തു.
സ്ക്രൂ ഇടേണ്ടിടത്തെല്ലാം സ്ക്രൂ എല്ലാം കൃത്യമായി സേഫാക്കി ഇടുക. ഇനി നമുക്കുള്ളത് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യണം. ഈ ഡിസ്പ്ലേ ആണ് നമ്മൾ ഈ ഫോണിന് വേണ്ടി വാങ്ങിയത്. ഈ ഡിസ്പ്ലേ സേഫായിട്ട് നമ്മൾ ഫോണിൽ ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസ്പ്ലേയുടെ സ്ട്രിപ്പിൻ്റെ മുകളിൽ ഒരു ടേപ്പ് ഒട്ടിക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡിസ്പ്ലേ വെക്കാനുള്ള ഫ്രെയിമിലേക്ക് ഗമ്മിടണം. ഗമ്മിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഗമ്മ് ഒരുപാടാകാൻ നോക്കരുത്. ഗമ്മിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ വാങ്ങി വെച്ച പുതിയ ഡിസ്പ്ലേ ഇടുക. എല്ലാം ഫിക്സ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പവർ ഓൺ ചെയ്യാം. സ്ട്രിപ്പുകളൊക്കെ സേഫായി തന്നെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഫോൺ പവർ ഓൺ ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഡിസ്പ്ലേ ഓണായി വന്നു. ഫോൺ ഓണായി വന്നതിന് ശേഷം നമുക്ക് ഇനി ടച്ചും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഫോണിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയി കാണാം.